ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഭഗവാന്റെ ജനനവും തുടർന്നുള്ള ഭഗവാന്റെ ലീലകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാമകരണം. ഭഗവാന് പേരിടുകയാണ്. നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. ആ കാലത്തൊരു ദിവസം വസുദേവർ യദുകുലാചാര്യനായ ഗർഗമുനിയെ ചെന്നുകണ്ട് തൻ്റെ പുത്രന്മാരുടെ ജാതകർമ്മ നാമകരണാദിക്രിയകൾ നടത്തുന്നതിനായി അദ്ദേഹത്തെ അമ്പാടിയിലേക്ക് രഹസ്യമായി പറഞ്ഞയച്ചു. ഗർഗമുനി നന്ദഗ്രഹത്തിലെത്തി. രോഹിണീപുത്രനായി അവിടെ വളരുന്ന വസുദേവാത്മജന് നാമകരണക്രിയ നടത്താനാണ് താൻ വന്നിരിക്കുന്നതെന്ന് നന്ദഗോപരെ അറിയിച്ചു. മഹർഷിയെ ഭദ്രപീഠത്തിലിരുത്തി പൂജകൾ ചെയ്ത് കാൽ കഴുകി വേണ്ടവണ്ണം നന്ദൻ ഉപചരിച്ചാദരിച്ചു. അനന്തരം ഇപ്രകാരം പറഞ്ഞു: പുണ്യാത്മാവായ അങ്ങയുടെ പാദസ്പർശത്താൽ ഞങ്ങളുടെ ഗൃഹം ധന്യമായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വലിയ കഷ്ടതകൾ നിറഞ്ഞ ദുഷ്ടകാലമാണിത്. കൊച്ചുണ്ണിക്കിടാവിന് അടിക്കടി അപായകരങ്ങളായ ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വസുദേവരുടെ പുത്രനെ കൂടാതെ ഒരുണ്ണി ഈ വയസ്സുകാലത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് ദിവ്യനായ ഒരു മഹർഷി എന്നുള്ളതിനും പുറമേ ശ്രേഷ്ഠനായ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ. വസുദേവരുടെ കുട്ടിക്ക് നാമകരണം ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനും കൂടി അങ്ങ് നാമകരണം ചെയ്യണം. അതോടൊപ്പം അവരുടെ ജാതകങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് ഫലം അറിയിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇത് കേട്ട് ഗർഗമുനി ഇപ്രകാരം പറഞ്ഞു: 2 കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് വസുദേവർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നന്ദഗോപർ ഇപ്രകാരം പറഞ്ഞു: വസുദേവർ എൻ്റെ ഒരു ബന്ധുവാണ്. ഞങ്ങൾ സഹോദരീ സഹോദരന്മാരുടെ പുത്രന്മാരാണ്. എൻ്റെ കുഞ്ഞു വേറെ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞു വേറെ എന്ന് അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാവായ നിൻ തിരുവടിയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇതു കേട്ടപ്പോൾ ഗർഗമുനി ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ കുട്ടി വസുദേവരുടെ കുട്ടിയാണോ എന്നൊരു സംശയം കംസന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ദേവകി പ്രസവിച്ച 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി. എന്നാൽ 8ാമതായി ദേവകി പെറ്റത് ഒരു പെൺകുഞ്ഞിനെയാണ്. ദേവവാക്യം തെറ്റാകാൻ ഇടയില്ലാത്തതിനാൽ കംസൻ അത് വിശ്വസിക്കുന്നില്ല. ദേവകി പ്രസവിച്ച പുരുഷപ്രജയെ സൂത്രത്തിൽ അങ്ങയുടെ പുത്രനാക്കി ഇങ്ങോട്ട് മാറ്റിയോ എന്നുള്ളതാണ് അവൻ്റെ ഇപ്പോഴത്തെ ബലമായ സംശയം. പോരെങ്കിൽ ശിശു നിഗ്രഹാർത്ഥം അവൻ അയച്ച ദുഷ്ടന്മാരായ അസുരന്മാർ ഇവിടെ വന്ന് മരണപ്പെട്ടതായും അവൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വസുദേവരുടെ ആവശ്യപ്രകാരമാണെന്ന് ഭോജരാജൻ അറിഞ്ഞാൽ അവൻ്റെ സംശയം കുറെ കൂടി ബലവത്താകും. അതിനാൽ ഞാൻ ഇവിടെ വന്ന വിവരം അങ്ങ് ആരെയും അറിയിക്കരുത്. അത് രഹസ്യമായി തന്നെ ഇരിക്കണം. അങ്ങയുടെ വസതിയിൽ വന്ന് ഈ 2 കുഞ്ഞുങ്ങൾക്കും നാമകരണാദി ജാതകർമ്മം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് എൻ്റെ സുഹൃതഫലം കൊണ്ട് തന്നെയാണ്. അനന്തരം വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളോടും കൂടി ഭദ്രദീപത്തിൻ്റെ മുമ്പിൽ വെച്ച് രോഹിണീപുത്രന് രാമനെന്ന് മുനീന്ദ്രൻ നാമകരണം ചെയ്തു.
അഭിരാമ സ്വരൂപനായ ഒരു മഹാപുരുഷനായി തീരുമെന്ന് കണ്ടുകൊണ്ടാണ് രാമൻ എന്നുള്ള നാമം ഗർഗമുനി ആ കുട്ടിക്ക് നൽകിയത്. പിന്നീട് ഗർഗമുനിയുടെ മുമ്പിൽ തൻ്റെ ഉണ്ണിയെയും കരത്തിലെടുത്തുകൊണ്ട് യശോദാദേവി വന്നു നിന്നു. കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ദീപം കാണിച്ച് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് അതിനെ ആകമാനം അടിമുതൽ മുടിവരെ ആചാര്യൻ ഒന്ന് അവലോകനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാകെ കോൾമയിർ കൊണ്ടു. കണ്ണുകളിൽ ഭക്തി കൊണ്ടുള്ള അശ്രുക്കൾ നിറഞ്ഞു. ലോകരക്ഷകനെ മടിയിൽ വയ്ക്കാനുള്ള ഭാഗ്യം തനിക്കുണ്ടായല്ലോ എന്നോർത്ത് ആ ഭക്തൻ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കുനിഞ്ഞ് ഉമ്മ വെച്ചു. അനന്തരം നന്ദഗോപനോടായി ഇപ്രകാരം പറഞ്ഞു: ശ്രേഷ്ഠമായ ഒരു പുണ്യമുഹൂർത്തത്തിൽ ജനിച്ച ഈ കുഞ്ഞിന് എന്തു പേരാണ് നൽകേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കായാമ്പൂ നിറം കവർന്ന പൂമൃദുമേനി, നീലക്കാർ വർണ്ണം ആയതിനാൽ ഈ ശിശുവിന് കൃഷ്ണൻ എന്ന പേരാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇവൻ ഒരിക്കലും ദുഃഖമനുഭവിക്കാത്ത സദാനന്ദ രൂപനാകയാൽ കൃഷ്ണൻ എന്ന നാമത്തിന് അർഹനാണ്. സർവവർണ്ണങ്ങളും ശ്യാമവർണ്ണത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ ശ്യാമള കോമളനായ ഇവന് കൃഷ്ണൻ എന്ന പേര് അന്വർത്ഥമാണ്. ആയതിനാൽ കൃഷ്ണൻ എന്ന നാമം ഈ ശിശുവിന് ഞാൻ നൽകുന്നു. വസുദേവർ തൻ്റെ പുത്രഭാവത്തിൽ ഇവനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് വസുദേവൻ എന്ന പേരും ഇവന് സിദ്ധിക്കും. അതുമാത്രമല്ല, ആയിരമായിരം നാമങ്ങൾ ഇവന് ഉണ്ടായിത്തീരും. ആകർഷണീയമായ കണ്ണുകളോട് കൂടിയ ഇവന് കണ്ണൻ എന്ന ഓമനപ്പേരും നൽകുന്നു. ഇങ്ങനെ അരുളി ചെയ്ത് വേണ്ട ആശീർവാദങ്ങളോടും കൂടി പൈതലിനെ ഒന്നുകൂടി ചുംബിച്ചതിനു ശേഷം ആ മുനീശ്വരൻ മാതാവിൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞു പൈതലിനെ കൊടുത്തു. രാമനെയും വീണ്ടും വാങ്ങി വേണ്ട അനുഗ്രഹങ്ങളോടും കൂടി രോഹിണിയുടെ കയ്യിലേക്കും കൊടുത്തു. സന്തോഷാനന്ദ പുളകിതനായി തീർന്ന നന്ദഗോപൻ മഹർഷി വര്യന് സ്വർണം ദക്ഷിണയായി നൽകി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. രോഹിണിയും യശോദയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ആചാര്യവര്യന് വിലയേറിയ പല ദാനങ്ങളും പ്രത്യേകമായി നൽകി. ദേവകീ നന്ദനനെ സദാ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവാചാര്യ തുല്യനായ ഗർഗമുനി അവിടെ നിന്നും നിഷ്ക്രമിച്ചു. ത്രേതായുഗത്തിൽ ആദിശേഷനായ അനന്തൻ ഭഗവാന്റെ അനുജഭാവത്തിൽ ലക്ഷ്മണനായി അവതരിച്ചു. ജ്യേഷ്ഠന് വേണ്ടി ലക്ഷ്മണൻ വളരെ വളരെ ക്ലേശകരങ്ങളായ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. രാമനോട് ക്രമാതീതമായ ഭക്തിയും ബഹുമാനങ്ങളും ലക്ഷ്മണൻ പ്രകടിപ്പിച്ചു. അതിനൊരു പരിഹാരം എന്ന വണ്ണം ദ്വാപരയുഗത്തിൽ ആദിശേഷൻ ഭഗവാന്റെ ജ്യേഷ്ഠനായി അവതരിച്ചു. അന്ന് രാമൻ എന്ന നാമമായിരുന്നു ലക്ഷ്മണന് ഏറ്റവും പ്രിയങ്കരം. അന്ന് പ്രിയങ്കരമായിരുന്ന രാമൻ എന്ന നാമം ഇന്ന് അനന്തശേഷന് ഗർഗമുനി നൽകിയിരിക്കുന്നു. ആ കാരണം കൊണ്ടാണ് രോഹിണീ ധനേന് രാമൻ എന്ന് പേരിടുവാൻ ഗർഗന് പ്രചോദനമുണ്ടായത്. ഹരേ കൃഷ്ണ. ബലഭദ്രനും കൃഷ്ണനും ക്രമേണ വളരാൻ തുടങ്ങി. സത്യത്തിൽ രാമൻ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിരുന്നുവെങ്കിലും അമ്പാടി നിവാസികൾ അവരെ ഒരേ പിതാവിൻ്റെ നന്ദനന്മാരായി കരുതിയിരുന്നില്ല. പ്രായക്കൂടുതൽ രാമനുള്ളതുകൊണ്ട് അഗ്രജസ്ഥാനം രോഹിണീ പുത്രന് നൽകി എന്നു മാത്രം. മുട്ടിന്മേൽ നിരങ്ങി നീന്തിയും പിന്നെ പിച്ച വെച്ചു നടന്നും ഇടയ്ക്കിടെ പിടഞ്ഞു വീണും പിന്നെയും എഴുന്നേറ്റ് മെല്ലെ മെല്ലെ ചുവട് വെച്ചു നീങ്ങിയും പിന്നെ കാലക്രമത്തിൽ ചാഞ്ചാടി ഓടിക്കളിച്ചും പുഞ്ചിരിയും കണ്ണുനീരും ഒപ്പം കാണിച്ചും കോമളന്മാരായ ആ ബാലന്മാർ
കാണികളുടെ കണ്ണുകളിൽ കർപ്പൂരധാര ചാർത്തിയും ഹൃദയങ്ങളിൽ ആനന്ദാമൃതം ചൊരിഞ്ഞും അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. വെണ്ണിലാവിൻ്റെ നറുനാമ്പു പോലെ കുഞ്ഞു പല്ലുകളും വന്നു മുളയ്ക്കുവാൻ തുടങ്ങി. ശ്രോതാക്കൾക്ക് പരമാനന്ദം വരുമാറ് കൊഞ്ഞയോടുകൂടിയ മധുരഭാഷണങ്ങളും അസ്പഷ്ടമായി പറയുവാൻ തുടങ്ങി. അമ്പാടിയിലെ ആബാലവൃദ്ധം ഗോപന്മാർക്കും കണ്ണിലുണ്ണികളായി രാമകൃഷ്ണന്മാർ വളർന്നു. അവർ ചാഞ്ചാടി ഓടിക്കളിക്കുന്നത് കണ്ട് ആനന്ദിക്കുവാൻ പുറകെ എപ്പോഴും ഗോപന്മാരും ഗോപികളുമുണ്ട്. കാലിൽ തങ്കക്കിങ്ങിണികളും തളകളുമിട്ട് കൈകളിൽ കൊച്ചു തങ്കപ്പൊൻ വളകളും ചാർത്തി അരയിൽ പൊന്നരിഞ്ഞാണവും കഴുത്തിൽ പുലിനഖമാലയും കുഞ്ഞു വിരലുകളിൽ കൊച്ചു കൊച്ചു മോതിരങ്ങളും അണിഞ്ഞ് മുറ്റങ്ങളിൽ ഓടി നടന്നു കളിച്ചു നടക്കുന്ന പ്രായത്തിൽ അവരെത്തി. ദിവസവും രാവിലെ യശോദാമാതാവോ രോഹിണി മാതാവോ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠനും അനുജനും കൂടി ചങ്ങാത്തം പിടിച്ചുകൊണ്ട് തഞ്ചത്തിൽ പശുവിൻ്റെ വാലിന്മേൽ പിടിച്ചു കീഴോട്ട് തൂങ്ങും. പശു വെപ്രാളത്തോടെ കാലുവെട്ടിച്ച് പാൽപാത്രവും തട്ടി വീഴിച്ച് മുമ്പോട്ട് ചാടുമ്പോൾ പുറകിൽ നിന്നും കുടുകുടാ ചിരിച്ചുകൊണ്ട് അവർ വാലിൽ കിടന്നാടി കളിക്കും. കുമാരന്മാരുടെ കുസൃതിത്തരങ്ങൾ കണ്ടു മാതാക്കൾ പരസ്പരം നോക്കി മന്ദഹസിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അതിരറ്റ വാത്സല്യമാണ് അതിനു കാരണം. ചിലപ്പോൾ അമ്മമാർ പശുക്കളെ കറക്കാൻ വരുന്നതിനു മുമ്പ് തന്നെ അവർ തൊഴുത്തിൽ കടന്ന് കിടാക്കളെ അഴിച്ചുവിട്ട് പാൽ കുടിപ്പിച്ച് ഒളിച്ച് മാറി നിന്ന് ചിരിക്കും. പാൽ കറക്കുന്ന പാത്രങ്ങളിൽ ചിലപ്പോൾ രണ്ടുപേരും കൂടി ഗോമൂത്രമൊഴിച്ച് നിറച്ചു വയ്ക്കും. എന്നിട്ട് അറിയാത്ത മട്ടിൽ ചുറ്റി നടക്കും. ശാസിക്കാൻ വടിയുമെടുത്തുകൊണ്ട് അമ്മമാർ വരുമ്പോൾ അവര് ഓടി ഒളിക്കും. മാതാക്കൾ ഗൃഹജോലികൾ നോക്കുവാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സൂത്രത്തിൽ ജ്യേഷ്ഠനെ കൂടി അറിയിക്കാതെ കൃഷ്ണൻ പാൽപുരയിൽ പതുങ്ങിക്കയറി കാണുന്ന മൺപാത്രങ്ങളെല്ലാം കടകോലിനാൽ തല്ലിപ്പൊളിക്കും. ഉറികളിൽ പാലും തൈരും നിറച്ച് തൂക്കിയിട്ടിരിക്കുന്ന കലങ്ങളുടെ മൂട് കടക്കോലിനാൽ കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ ആ ദ്വാരത്തിൽ കൂടി കീഴോട്ട് വീഴുന്ന പാലോ തൈരോ എന്തായാലും വായും പൊളിച്ചു നിന്നുകൊണ്ട് കാർമുകിൽ വർണ്ണൻ നിറയെ കുടിക്കും. താഴെ വീഴുന്നത് പൂച്ചകൾ വന്ന് നക്കി കുടിക്കുന്നത് നോക്കി നിന്ന് രസിക്കും. ചിലപ്പോൾ അനുജനു കൂട്ടായി ജ്യേഷ്ഠനും കൂടും. രണ്ടുപേരും കൂടി മുറ്റത്തു ചാഞ്ചാടി നടന്ന് ജലപാത്രങ്ങളിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പിടിച്ചെടുക്കുവാൻ പരിശ്രമിക്കും. അതു കിട്ടാതെയാകുമ്പോൾ പാത്രങ്ങളും തട്ടിമറിച്ച് മാറി നിന്ന് കിണുങ്ങി കരയും. അപ്പോൾ മാതാക്കൾ ചെന്നെടുത്ത് ചുംബിച്ച് മുല കൊടുത്ത് ആശ്വസിപ്പിക്കും. പ്രേമസ്വരൂപനായ ഭഗവാൻ തൻ്റെ മായയാൽ അമ്പാടിയിലുള്ള ആബാലവൃദ്ധം ജനങ്ങളുടെയും ഹൃദയങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു. ഓരോ ഗോപവനിതയ്ക്കും കൃഷ്ണൻ തൻ്റേതു മാത്രമാണെന്നുള്ള തോന്നൽ അവളുടെ അന്തരംഗത്തിൽ ഉദിക്കുവാൻ തുടങ്ങി. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സന്ധ്യാവേളകളിൽ നന്ദഗോപർക്ക് ഒരു സ്വൈര്യവുമില്ല. കൊട്ടിപ്പാടിക്കളിക്കാൻ ആകാശത്തു നിന്നും ആ പൊൻതളിക എടുത്തു കൊടുക്കണമെന്ന് ചെന്താമരക്കണ്ണൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദൻ എന്ത് സമാധാനം പറഞ്ഞാലും കണ്ണൻ കേൾക്കുകയില്ല. ഒടുവിൽ ഗോപസ്ത്രീകൾ വന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി പല സ്വാന്തനങ്ങളും പറഞ്ഞ് കിടത്തി ഉറക്കും. ഈ വിധത്തിലുള്ള പല ലീലകളിലും മുഴുകി കണ്ണൻ അമ്പാടിയിലെ പൊൻവിളക്കായി വിളയാടി.
നന്ദഗൃഹത്തിനു തൊട്ട് അടുത്താണ് മറ്റുള്ള ഗോപന്മാരുടെയും വസതികൾ. എല്ലാവരും അടുത്തടുത്ത് ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന സമ്പ്രദായമായിരുന്നു ഗോകുലവാസികൾക്കുണ്ടായിരുന്നത്. ഉണ്ണിക്കണ്ണന്റെ ഓമനത്വം നിറഞ്ഞ സുന്ദര രൂപവും വശ്യകടാക്ഷങ്ങളും ചില്ലിക്കൊടികൾ ഇളക്കിക്കൊണ്ടുള്ള മൃദുമന്ദഹാസവും ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭ വഴിയുന്ന മാനസസാഗരത്തിൽ സദാ ആനന്ദത്തിൻ്റെ കല്ലോലമാലകൾ ഇളകി മറിഞ്ഞുകൊണ്ടേയിരുന്നു. കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുവാൻ അവർ വെണ്ണയും പാലും കൊണ്ടുവന്നു കൊടുക്കും. എത്ര തന്നെ വെണ്ണയും പാലും ഭുജിച്ചാലും അതിലൊന്നും മതിവരാത്ത സ്വഭാവം കണ്ണനിൽ കണ്ടു തുടങ്ങി. മാതാവില്ലാത്ത തക്കം നോക്കി പാൽപുരയിൽ കടന്ന് വെണ്ണയും പാലും കട്ടുഭക്ഷിക്കുവാനും തുടങ്ങി. നോക്കി നിൽക്കുന്ന സമവയസ്യരായ ചങ്ങാതിമാർക്കും അതിലൊരു പങ്ക് കണ്ണൻ കൊടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി പല ലീലകളാടി രസിക്കും. ചിലർ പാടും, ചിലർ ആടും, ചിലർ അട്ടഹസിക്കും, ചിലർ കലമ്പൽ കൂട്ടും, ചിലർ വഴക്കുപിടിച്ച് പിണങ്ങി മാറി നിൽക്കും. കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ച് അവരുമായി ചേർന്ന് കളിച്ച് അവരുടെ നേതാവാകും. വീട്ടിലെ മോഷണം വിട്ട് ക്രമേണ അയൽ വീടുകളിലും കൃഷ്ണൻ പ്രവേശിച്ചു തുടങ്ങി. ആരുമില്ലാത്ത അവസരം പാർത്ത് അവരുടെ വീടുകളിലും അവൻ കടന്ന് പല അക്രമങ്ങളും കാട്ടിത്തുടങ്ങി. വെണ്ണ കട്ടുതിന്നും പാൽ ഊറ്റിക്കുടിച്ചും കുറച്ചു ദൂരെ കളഞ്ഞും കുറച്ചു പൂച്ചകൾക്കു കൊടുത്തും കലങ്ങൾ ഉടച്ചും കടക്കോലെടുത്തു ദൂരെ എറിഞ്ഞും എത്താത്ത ഉറികളിൽ ചാടിപ്പിടിച്ചാടിയും അങ്ങനെ പല കുസൃതിത്തരങ്ങളും കാർവർണൻ കാട്ടി ആനന്ദിച്ചു. യശോദാമാതാവ് തൻ്റെ പുത്രന് വേണ്ടുവോളം പാലും വെണ്ണയും കൊടുക്കും. പിന്നെ എന്തിനാണ് പാവപ്പെട്ട ഗോപനാരികളുടെ ആലയങ്ങളിൽ കയറി ഈ വിധം അക്രമങ്ങൾ കാണിക്കുന്നത്? ഭക്തിയുടെ ഒരു പരീക്ഷയെന്നേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഉണ്ണിയുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ ഒടുവിൽ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി സംഘം ചേർന്ന് യശോദാമാതാവിൻ്റെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു. പാലും തൈരും എടുത്തു കുടിച്ചത്, കലങ്ങൾ തല്ലിപ്പൊളിച്ചത്, അച്ഛന് കുടിക്കാൻ വെച്ചിരുന്ന പാലിൽ ചാണകം കലക്കി വെച്ചത്, കുഞ്ഞിനുള്ള പാലെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തത്, ഇങ്ങനെ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. അപ്പോൾ യശോദ ഇപ്രകാരം പറഞ്ഞു: അവൻ കേവലം ഒരു കൊച്ചുകുട്ടിയല്ലേ, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായം. അവൻ വല്ല ഉപദ്രവവും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനെ എന്നതുപോലെ കരുതി ക്ഷമിക്കണം. തല്ലേണ്ട പ്രായമായിരുന്നെങ്കിൽ ശാസിക്കാമായിരുന്നു. ഈ മുലകുടി പ്രായത്തിൽ ശാസിച്ചാൽ അതൊരു ബാലശാപമായിട്ട് തീരും. എൻ്റെ കുഞ്ഞുമൂലം നിങ്ങൾക്കെന്ത് നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും ഞാനത് പരിഹരിക്കാം. നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട. ഗോപസ്ത്രീകളുടെ ആവലാദികളും യശോദയുടെ മറുപടിയും എല്ലാം കേട്ട് എങ്കിലും ഒന്നും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ എന്നതുപോലെ കരുമുകിൽ വർണ്ണൻ ഒരു ചിത്രശലഭത്തെ പിടിക്കുവാൻ അങ്ങുമിങ്ങും ഓടി നടന്നുകൊണ്ടേയിരുന്നു. ഉണ്ണി, ഇങ്ങോട്ട് വരൂ. ഈ പാവപ്പെട്ട ഗോപികളെ എന്തിനാണ് നീ ഈ വിധം ശല്യപ്പെടുത്തുന്നത്? ഇത് കഷ്ടമല്ലേ? ഈ വിധം മാതാവ് വാത്സല്യപൂർവം പറഞ്ഞതു കേട്ട് ഉണ്ണി ഓടി വന്നു. അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് അമ്മയുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. ഏതായാലും ഉണ്ണിക്ക് കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു കളവുണ്ടെന്ന് യശോദയ്ക്കും കാലക്രമേണ മനസ്സിലായി. മകനെ, അമ്മ തങ്കക്കൊടിക്കു വേണ്ടവോളം പാലും വെണ്ണയും തൈരും തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ വിധം കളവ് നടത്തുന്നത്? ഇങ്ങനെ ഒരു ദിവസം യശോദ ചോദിച്ചപ്പോൾ
ആരു കട്ടമ്മേ, എന്തു കട്ടമ്മേ എന്നായിരുന്നു ആരോമലിൻ്റെ കൊഞ്ചിക്കൊണ്ടുള്ള മറുപടി. അത് കേട്ട് യശോദ മകനെ മാറോടടുക്കി ആലിംഗനം ചെയ്തു. തിരുനെറ്റിയിൽ 4-5 ചുംബനങ്ങൾ അർപ്പിച്ചു. മറ്റൊരു ദിവസം കൃഷ്ണനും കുറേ പിള്ളാരും കൂടിയിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ യശോദ ചങ്ങാതിമാരോട് കൃഷ്ണനെ നോക്കിക്കൊള്ളണമെന്ന് ഏർപ്പാട് ചെയ്തിട്ട് കുളിക്കാനായി കാളിന്തിയിലേക്ക് പോയി. അമ്മ പാലു കാച്ചി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, അതെടുത്തു കുടിക്കണം എന്നുള്ള നിശ്ചയത്തോടു കൂടി കണ്ണൻ കൂട്ടുകാരെ കണ്ണുവെട്ടിച്ച് സൂത്രത്തിൽ പതുങ്ങി പാൽപ്പുരയിൽ വന്നു കയറി. പാൽപാത്രം ഉറിയിലാണ് ഇരിക്കുന്നത്. കൈ പൊക്കിയാൽ എത്തുകയില്ല. എന്താണ് വേണ്ടത്? ഈ വിധം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തായി ഒരു കൊച്ചുരൽ കിടക്കുന്നത് കണ്ണൻ്റെ കണ്ണിൽപ്പെട്ടു. അത് മെല്ലെ ഉരുട്ടി ഉറിയുടെ താഴെ കൊണ്ടുവന്ന് കുത്തനെ നിർത്തി. അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കൈ പൊക്കി നോക്കി. അപ്പോഴും ഉറിയെ പിടിക്കുവാനുള്ള പൊക്കം പോരാ. ഒരു യുക്തി തോന്നി. സമീപത്ത് ഒരു 4 കാലി പീഠം കിടക്കുന്നു. അതിന്മേലിരുന്നാണ് അമ്മ തൈര് കലക്കുന്നത്. ഉണ്ണി ആ പീഠം വളരെ പ്രയാസപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന് ഉരലിൻ്റെ മുകളിൽ വെച്ചു. അനന്തരം അതിന്മേൽ കയറി ഉപ്പൂറ്റികൾ പൊക്കി പെരുവിരലിന്മേൽ ഊന്നി നിന്നുകൊണ്ട് 2 കൈകളും പൊക്കി ഉറി എത്തിപ്പിടിച്ചു. ആ സമയം പീഠം ഇളകി മറിഞ്ഞു താഴത്തു വീഴുകയാൽ ഉണ്ണികൃഷ്ണൻ ഉറിയിൽ തൂങ്ങിപ്പിടിച്ചു കിടന്നുപോയി. കൈവിട്ടാൽ താഴെ വീണ് തലയുടയും. കീഴോട്ട് ചാടാൻ പേടി തോന്നി. ഉറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഊഞ്ഞാലുപോലെ ആടുവാനും തുടങ്ങി. കണ്ണൻ അന്ധാളിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യെങ്കിലും കപടബാലകൻ എന്നുള്ള നിലയിൽ ആകെ അന്ധാളിച്ചു പരിഭ്രമത്തോടുകൂടി ഉച്ചത്തിൽ വാവിട്ടു കരഞ്ഞു. രോദനം കേട്ട് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ ഓടി വന്നു നോക്കി. അയ്യോ, ഉണ്ണി തൂങ്ങിക്കിടക്കുന്നു, എങ്ങനെ പിടിച്ചിറക്കും? അവരും പരിഭ്രമത്തോടെ ഓടിച്ചെന്ന് യശോദാമാതാവിനോട് വിവരം പറഞ്ഞു. ഭയത്തോടുകൂടി ആ മാതാവ് സ്നാനം പൂർത്തിയാക്കാതെ വേവലാതിയോടുകൂടി ഈറൻ വസ്ത്രങ്ങളും ചുറ്റിയുടുത്ത് മറ്റു തോഴികളുമായി വേഗമോടി അണച്ചെത്തി. മകൻ്റെ ദുശീലം കണ്ട് മാതാവ് മൂക്കത്ത് കൈവിരൽ വെച്ചുപോയി. ഇങ്ങനെ വേണ്ടാതീനം കാട്ടാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നുള്ള ചിന്തയോടുകൂടി അവൾ വേഗം തന്നെ കണ്ണനെ ഉറിയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി ചേലാഞ്ചലം കൊണ്ട് നയനങ്ങളും കവിൾത്തടങ്ങളും തുടച്ച് മുഖത്തും മൂർധാവിലും ചുംബിച്ച് മടിയിലിരുത്തി പാൽ നൽകി. മകനെ, നീ എന്താണിങ്ങനെ ദുശീലങ്ങൾ കാണിക്കുന്നത്? നീ എന്തിനാണ് ഈ ഉറിയിൽ വന്ന് ചാടിത്തൂങ്ങിയത്? മകന് പാലും വെണ്ണയും അമ്മ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ എന്ന് യശോദ വാത്സല്യത്തോടുകൂടി പറഞ്ഞപ്പോൾ കള്ളക്കണ്ണൻ കൊഞ്ചിക്കൊണ്ട് ഇപ്രകാരം ഉരിയാടി. പാലിനും വെണ്ണയ്ക്കും ഒന്നുമല്ലമ്മേ ഞാൻ ഉറിയിൽ പിടിച്ചത്. പൂച്ച വന്നു കിടന്ന് കരഞ്ഞപ്പോൾ പാവം അതിൻ്റെ പരവേശം കണ്ട് അതിനിത്തിരി പാല് കൊടുക്കുവാനായി ഉറിയിൽ ചെന്ന് പിടിച്ചതാണ്. പൊക്കം പോരാഞ്ഞിട്ട് ആ ഉരലും കൊണ്ടു ചെന്നിട്ടു, അത്രയേ ഉള്ളൂ. അതു കേട്ട് നന്ദഗോപൻ ആ മുറിയിലേക്ക് കടന്നു വന്നു. ആനന്ദത്തോടുകൂടി മകനെ എടുത്ത് എളിയിലിരുത്തി തുള്ളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തങ്കത്തിന് ഊഞ്ഞാലാടാൻ കൊതിയുണ്ടോ? അച്ഛനൊരു കുഞ്ഞ് ഊഞ്ഞാൽ കെട്ടി അതിലിരുത്തി ആടിക്കാം. ഉണ്ണി അതിനൊന്നും മറുപടി പറഞ്ഞില്ല.
ഒരു ദിവസം സന്ധ്യയ്ക്ക് പൂർവാംബരത്തിൽ പൂർണ്ണ ശശാങ്കൻ തങ്കദ്യുതി പരത്തി പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നു. അത് കണ്ട് അതൊരു പൊൻപഴമാണെന്നു കരുതി ആ പഴം തനിക്ക് പറിച്ചു തരണമെന്ന് കെഞ്ചി കുണുങ്ങിക്കൊണ്ട് കേവലനായ ഒരു ഉണ്ണി അച്ഛനോടും അമ്മയോടും നിർബന്ധമായി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. ശാഠ്യവും കരച്ചിലും വർദ്ധിച്ചപ്പോൾ അവർ സമാധാനിപ്പിക്കുവാൻ കളിമട്ടിൽ പറഞ്ഞു, ഞങ്ങൾക്കത് കിട്ടുകയില്ല. മോൻ കൈ നീട്ടിയാൽ ആ കുഞ്ഞിക്കൈയിൽ അത് വന്നു വീഴും. ഉടനെ ഉലകത്തിൻ്റെ പെരുമ്പൊരുളായ ആ ഉണ്ണിക്കിശോരൻ മോഹവിവശൻ എന്നതുപോലെ തൻ്റെ കുഞ്ഞിളം കൈകൾ നീട്ടിക്കൊണ്ട് വാ വാ എന്ന് വിളിച്ചു. മഹാത്ഭുതം! ആ പൂന്തിങ്കൾ ബിംബം അന്തരീക്ഷം വിട്ടിറങ്ങി കുഞ്ഞിക്കൈകളിൽ വന്നു പതിച്ചു. അതോടൊപ്പം ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ സകല ജ്യോതിർമണ്ഡലങ്ങളും ആ കായാമ്പൂമേനിയിൽ വന്ന് വിലയം പ്രാപിച്ചു. നന്ദഗോപനും യശോദയ്ക്കും അത് കാണാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവരുടെ നയനങ്ങൾ താനെ അടഞ്ഞുപോയി. എന്തോ ഒരു പ്രതിഭാസം അവിടെ നടന്നതായി അവർക്ക് തോന്നി. അല്പം കഴിഞ്ഞ് അവർ കണ്ണുകൾ തുറന്നപ്പോൾ പഴയപടി അമ്പിളി ആകാശത്തും കണ്ണൻ കൈകളും നീട്ടിക്കൊണ്ട് മുറ്റത്തു നിൽക്കുന്നതും കണ്ടു. കൃഷ്ണൻ്റെ മറ്റൊരു ലീലയാണ് അതിലേറെ പുതുമയായിട്ടുള്ളത്. ചിലപ്പോൾ യശോദ പൊന്മകൻ്റെ ഒരു കൈയിൽ പുതുവെണ്ണ വെച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈയും നീട്ടിക്കൊണ്ട്, അമ്മേ, വെണ്ണ കിട്ടാഞ്ഞിട്ട് ഈ കൈ കരയുന്നത് കണ്ടോ, ഇതിനും കൂടി ഇത്തിരി കൊടുക്കമ്മേ എന്ന് പറഞ്ഞ് കണ്ണൻ അതിലും കൂടി വെണ്ണ വാങ്ങി കഴിക്കും. വെണ്ണ വിഴുങ്ങിയാൽ പാലുകൂടി കിട്ടാൻ വേണ്ടി ചിന്മയൻ ചില ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് പറയും, അയ്യോ അമ്മേ, വെണ്ണ കീഴോട്ടിറങ്ങുന്നില്ല, നെഞ്ചിൽ കെട്ടി നിൽക്കുന്നു. ഞെളിഞ്ഞു വീർപ്പുമുട്ടുന്ന ഭാവം നടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ വായിൽ യശോദ കുറച്ച് പാലൊഴിച്ചു കൊടുക്കും. കണ്ടോ അമ്മേ, പാല് ചെന്നപ്പോൾ കള്ളനായ വെണ്ണ താഴോട്ടിറങ്ങി എന്നു പറഞ്ഞ് മാതാവിൻ്റെ കണ്ഠത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മായാമയൻ മന്ദസ്മിതം പൊഴിക്കും. ദിവസങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം ഗോപക്കുടിലുകളിൽ ഗോപകുമാരൻ്റെ ശല്യങ്ങളും വർദ്ധിച്ചുകൊണ്ട് തന്നെ വന്നു. ആർക്കും പിടികൊടുക്കാതെ എല്ലാ ഗൃഹങ്ങളിലും അവൻ പലവട്ടം കയറിയിറങ്ങി പല നാശനഷ്ടങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഗോപസ്ത്രീകൾ പഴയതുപോലെ യശോദയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു. പശുപാലനം കൊണ്ട് കഴിയുന്ന ഞങ്ങളുടെ നായികയാണ് ഭവതി. ദേവിയുടെ സന്തതിയെക്കൊണ്ട് ഞങ്ങൾ തോറ്റു. പാലോ വെണ്ണയോ തൈരോ കവർന്നു കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സങ്കടമില്ല. കുഞ്ഞായതുകൊണ്ട് അതിനെ കുറ്റം പറയുന്നുമില്ല. എന്നാൽ പാത്രങ്ങൾ തല്ലിയുടയ്ക്കുക, പാലിരിക്കുന്ന കലത്തിൻ്റെ മൂട് കുത്തിത്തുളച്ച് പാല് മുഴുവനും നിലത്തു വീഴ്ത്തുക, പാലോ തൈരോ വെണ്ണയോ എന്തു വേണമെങ്കിലും എടുത്തോട്ടെ, സങ്കടമില്ല. പാത്രങ്ങൾ കൂടി തല്ലിയുടച്ചാൽ അതെങ്ങനെ ഞങ്ങൾ സഹിക്കും? ഇവിടുത്തെ ദാസികളായ ഞങ്ങളോടിങ്ങനെ കാണിക്കുന്നത് കഷ്ടമല്ലേ? വീട്ടിൽ കടന്നാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നുള്ളി ഉണർത്തുക, ചങ്ങാതിമാരെ വേദനിപ്പിക്കുക, വയസ്സന്മാരായ കാരണവന്മാർക്ക് കരുതി വെച്ചിരിക്കുന്ന പാലെടുത്തു കുടിച്ചിട്ട് പാത്രത്തിൽ ചാണകവെള്ളം നിറച്ചു വെക്കുക എന്നു വേണ്ട എന്തൊക്കെയാണ് ആ കുസൃതിക്കുട്ടൻ കാണിക്കുന്നതെന്ന് കണക്കില്ല. പുരയ്ക്കകത്ത് കയറുമ്പോൾ പിടിച്ചു കെട്ടിയിടണമെന്ന് പലപ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യരെ മയക്കുന്ന ആ ചിരിയും മുഖഭാവവും കാണുമ്പോൾ ഞങ്ങൾ സർവവും മറന്നു പോകുന്നു. അടിക്കാൻ ഓങ്ങിയ കൈകൊണ്ട് ആലിംഗനം ചെയ്തു പോകുന്നു. അമ്പടാ, എന്തൊരു മായക്കാരൻ കുഞ്ഞ്! ഇനി മേലാലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകമൊന്ന്
പരിശീലിപ്പിക്കണം. ഇതു കേട്ട് യശോദ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ എന്തു ചെയ്യും? പറഞ്ഞാൽ അറിയാനുള്ള പ്രായമായില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ദുശീലം കണ്ട് നിങ്ങളാരും അവനെ വെറുക്കരുത്. പ്രായമാകുമ്പോൾ ഇതെല്ലാം മാറിക്കൊള്ളും. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത്. നിങ്ങൾക്കുണ്ടായ നഷ്ടം ഞാൻ പരിഹരിക്കാം. മംഗലം പോയവർക്ക് അത്രയും വെങ്കലം ഞാൻ തരാം. വെങ്കലം നഷ്ടപ്പെട്ടവർക്ക് പൊങ്കലം ഞാൻ തരാം. നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഈ വിധം നന്ദപത്നി അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവർക്ക് വന്ന നഷ്ടത്തിന് പരിഹാരമായി അതിൻ്റെ 10 മടങ്ങ് വിലയുള്ള സാധനങ്ങൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അവർ ഓരോരുത്തരായി വന്ന് കൃഷ്ണനെ എടുത്ത് ചുംബിച്ച് ആശ്ലേഷിച്ച് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഈ വിധം പലതരത്തിലുള്ള കുസൃതികളുമാടി കണ്ണനും രാമനും ഗോകുലത്തിൽ വിളയാടുകയാണ്. ഭഗവാന്റെ മനോഹരമായ ലീല. ഈ ലീല കേട്ട് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഭാഗ്യം എത്രയോ ജന്മം സുകൃതം ചെയ്തവർക്ക് മാത്രം കിട്ടുന്നതാണ്. എല്ലാവരും കഥകൾ കേട്ട് പ്രാർത്ഥിക്കുക. എന്നും കഥകൾ കേൾക്കുക. മാധവത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. ഹരേ കൃഷ്ണ.